ഈ കഴുകന് ഇവനൊരു കാര്യം ചെയ്യും, പറന്ന് പറന്ന് ഏറ്റവും ഉയരമുള്ള ഒരു പാറയുടെ മുകളിലെത്തും. എന്നിട്ട് അവൻ എന്ത് ചെയ്യും? സ്വന്തമായി തൻ്റെ തൂവലുകൾ പറിക്കും. ഈ പാറയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഉണ്ടല്ലോ, ആ തൂവലുകൾ പറഞ്ഞ ഇടത്ത് നിന്ന് രക്തങ്ങൾ ഇങ്ങനെ ഒഴുകും. ആ രക്തങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു കാര്യം, മോളിൽ നിന്ന് സൂര്യൻ ഉദിക്കും. സൂര്യന്റെ താപം ഇവന്റെ ശരീരത്തിന്മേൽ വന്ന് വീഴും. ഈ ചൂട് നിമിത്തം പാറ ചൂട് പിടിക്കും. അടിയിൽ നിന്ന് പാറയുടെ ചൂടും മോളിൽ നിന്ന് നട്ടുച്ച സൂര്യന്റെ ചൂരും ഇവന്റെ ശരീരത്തിലേക്ക് ഉദിക്കുമ്പോൾ അകത്തിരിക്കുന്ന കൊഴുപ്പുകളെല്ലാം ഈ തൂവലുകൾ പറഞ്ഞ വഴിയിലൂടെ ഒഴുകും. രക്തം, കൊഴുപ്പ്, ആവശ്യമില്ലാത്തതെല്ലാം അവന്റെ ശരീരം ഉണങ്ങും, ഒരു ചത്ത ശവം പോലെ. പക്ഷെ ഉള്ളിൽ ജീവൻ പോയിട്ടില്ല കേട്ടോ. ഈ ചൂടുകൾ നിന്നെ കൊന്നുകളയത്തില്ല. ഒരു കഴുകനും പുതുക്കത്തിന്റെ ഇടയിൽ മരിച്ച ചരിത്രങ്ങൾ കാണാനില്ല. അടുത്ത ലെവലിലേക്ക് ആരെങ്കിലും കയറാൻ കൊതിക്കുന്നുണ്ടെങ്കിൽ അവനെ തകർത്ത ചരിത്രമില്ലെന്ന്. എന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൻ കാണുന്നൊരു കാര്യം, ആ രക്തവും കൊഴുപ്പും ഇറങ്ങിയെടുത്ത പുതിയ തൂവലുകൾ